കുറച്ചധികം കഷ്ടപ്പെട്ടാണ് മലയൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പൊന്നോ വൈബ് എന്ന് പറഞ്ഞാൽ കട്ട വൈബ് സ്ഥലം. ഹലോ ഗൈസ്, ഏറെ നാളേക്ക് ശേഷം ഞാനൊരു യാത്ര തുടങ്ങുവാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര കാളിമലയിലേക്കാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയ്ക്ക് സമീപം കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഈ മനോഹരമായ സ്ഥലം ഉള്ളത്. ചെറിയൊരു ചാറ്റൽ മഴയും അത്യാവശ്യം ഇളം കാറ്റും കോടയുമുള്ള ഒരു അതിമനോഹരമായൊരു കാഴ്ചയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ വ്യൂ അല്ലേ! കൂടെ വന്നവരെല്ലാം നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. ഒരു ബോട്ട് വെള്ളത്തിനായി അവർ കെഞ്ചുന്നുണ്ട്. പക്ഷേ ഒരു മാർഗ്ഗവുമില്ല. ഇവിടെ വേറെ കടകളൊന്നും ഇല്ല. ഇനി കടകൾ കാണണമെങ്കിൽ തന്നെ കാളിമലയിലൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് സമീപമായിട്ട് മാത്രമേ ഇനി കടകൾ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുവരേക്കും നടന്നെത്തുന്നത് വരെ വെള്ളം കിട്ടുന്നതല്ല. സോ ഇവിടേക്ക് വരുന്നവർ ഒരു ബോട്ടിൽ വെള്ളമെങ്കിലും കയ്യിൽ കരുതുക. അങ്ങനെ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചു. കാളിമല ഉടൻ തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും ഞങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് കാളിമലയിലെത്തി. അപ്പോൾ കാളിമലയിലെത്തിയപ്പോൾ ആദ്യം കണ്ടത് ഒരു ചായക്കടയാണ്. കുഞ്ഞൊരു കട കണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഫുഡ് എന്ന ലക്ഷ്യവുമായിട്ട് ഗൂഗിൾ നടന്ന് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഓരോ കട്ടനും പരിപ്പോടയും കഴിച്ചുകൊണ്ട് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് കാളിമല ദുർഗാദേവി ക്ഷേത്രത്തിലേക്കാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിപുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ ഭദ്രകാളിയാണ്. ഇത് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ താഴ്വാരമൊന്നും കാണാൻ കഴിയുന്നില്ല, നല്ല മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞാണ്ടാ മഴ. അടുത്തതായി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തെക്കൻകുരിശ് മലയിലേക്കാണ്. കാളിമലയിൽ നിന്നും തെക്കൻകുരിശ് മലയിലേക്കുള്ളൊരു നടപ്പാതയാണിത്. അങ്ങനെ ഞങ്ങൾ തെക്കൻകുരിശ് മലയിലെത്തി. ഇതാണ് ആ കുരിശ്. തെക്കൻകുരിശ് മലയിലെ കുരിശ് ഇതാണ്. ഇതല്ല, നേരത്തെ കണ്ടതാണ് കുരിശ്. ഇത് വേറൊരു കുരിശ്. എനിക്ക് ചവിട്ടിയ തിന്നൂടാ. പിടിയടാ, എന്റെ ഷൂ തിന്നും. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.